ഇന്ന് വൈകുന്നേരം സ്കൂളിലോട്ട് വന്നപ്പോൾ കാർത്തികേയൻ മാമിൻ്റെ വീട്ടിൽ പുതിയ റോസാപ്പൂ കണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷമായിട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വാഴയിലുണ്ടായിരുന്ന ഫുഡ്, അതിപ്പോഴാണ് കേട്ടോ വീഡിയോ ആയിട്ട് റെഡി ആയത്. അപ്പോൾ ഇതാണ് കുത്തരിച്ചോറ്, പിന്നെ നമ്മളുടെ ചമ്മന്തി, പിന്നെ ചീരയുടെ ഉപ്പേരി, അന്ന് അതിന് പകരം പയറുപ്പേരി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ചക്കക്കുരുവിൻ്റെ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, അത് ഷുവറാണേ. പിന്നെ തൈരും. ഇത് പോരെ കഴിക്കാൻ ഇത്രയും സാധനങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടി വാഴയിലയിൽ പൊതിയുമ്പോഴുള്ള ആ കാര്യം ആലോചിക്കൂ. പിന്നെ നല്ല കൊണ്ടാട്ടമുളകും ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. അപ്പം ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിച്ചു. വൈകുന്നേരം ആയപ്പോൾ മഴ പെയ്തു കേട്ടോ. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്, കുറേ ഫ്രണ്ട്സുണ്ട്. ഇതൊക്കെ എൻ്റെ സ്റ്റുഡൻസും ആണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ അവരൊക്കെ ഫ്രണ്ട്സാണ്. അപ്പം ഞാൻ വൈകുന്നേരം എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മാമിൻ്റെ വിളിക്കുന്നു, വരൂ 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 പറഞ്ഞിട്ട്. അപ്പോഴാണ് ഈ മനോഹരമായ കാഴ്ച കാണാൻ പറ്റിയത് കേട്ടോ. ഞങ്ങളത് മാഞ്ഞ് പോണ വരെ നിന്ന് കണ്ടു. ഇത്രയും ബിഗ്ഗായിട്ടുള്ള മഴവില്ല് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ ലൈഫിൽ. അപ്പം അത്രയും ഭംഗിയുണ്ടായിരുന്നു. ഇത് എങ്ങനെ എടുക്കുക ഫുള്ളെന്ന് ഇങ്ങനെ ആലോചിച്ചു. നല്ല ഭംഗിയുള്ള നീലാകാശം. അപ്പോൾ ഇതൊക്കെ ഫോട്ടോ ആയിട്ട് എടുത്തു കേട്ടോ. മഴവിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഏട്ടനും ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നിന്നിട്ട് കണ്ട് എൻജോയ് ചെയ്ത് കുഞ്ഞുങ്ങളെല്ലാവരും വന്ന് അവിടെ ടെറസിൽ കളിക്കുകയായിരുന്നു പണി കേട്ടോ. അങ്ങനെ കുറേ നേരം കളിച്ചു. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ആങ്കറിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസാണ്. വൈകുന്നേരം ആയപ്പോൾ ഇതും കണ്ടു കേട്ടോ, അങ്ങനെ വിമാനം പോണത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയിട്ട് രസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി താഴെ. അപ്പം മാം ഉണ്ടാക്കുകയാണെ അടിപൊളി രസമാട്ടോ മാം ഉണ്ടാക്കുക. പനിയൊക്കെ ഉണ്ടിച്ചാൽ അതും മതി, മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണേ. വൈറ്റ് റൈസും രസവും. പിന്നെ വൈകുന്നേരം നോക്കുമ്പോൾ ഭയങ്കര കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇവിടുത്തെ കാറ്റിൻ്റെ പവർ. അങ്ങനെ തൊണ്ടവേനയൊക്കെ വന്നു കേട്ടോ. ഉണ്ണിക്കുട്ടൻ ഇതാ അവിടെ കിടന്നിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിക്കുകയാണേ, സഞ്ജയ് പാപ്പ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ, കാറ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഡ്രസ്സൊക്കെ അലക്കി വിരിച്ചിട്ടു. പിന്നെ ഇങ്ങനെ കുറച്ച് നേരം വാഷിംഗ് മെഷീനിൽ നോക്കിയിരുന്നു എന്തപ്പോൾ ഇത് വർക്കാവാത്തതെന്നുള്ള. എപ്പോഴും നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു ബീൻ ബാഗ് ഉണ്ടായിരുന്നു, ഹൗസ് ഓണറുടെ ആണതേ. അപ്പോൾ അവർ യൂസ് ചെയ്യുന്നില്ല. അപ്പം ഞങ്ങളോട് പറഞ്ഞു എടുത്തോളാൻ. അങ്ങനെ അത് എടുത്തിട്ട് ഞാൻ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എൻ്റെ വേസ്റ്റ് തുണികളെല്ലാം കൂടെ കുത്തി നിറച്ചപ്പം സൂപ്പർ കസേരയായി കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ താഴെ പോയി പിന്നെ വർത്തമാനം പറഞ്ഞു. ഇപ്പം നന്നായിട്ട് തമിഴും പറയാൻ പഠിച്ചു കേട്ടോ. തമിഴും ഇംഗ്ലീഷും കന്നഡയും എല്ലാം കൂടിയിട്ട്. ഇവിടെ നിന്നിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് തെന്മൊഴി മാമനെ ഉറക്കം വിളിക്കുന്ന പണിയാണ് രാത്രിത്തെ മറ്റൊരു കലാപരിപാടി. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങളങ്ങനെ നടക്കുകയാണ്. കട്ടൻ ചായയൊക്കെ കുടിച്ചു.